ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പോൾ തമ്മിലിൽ നിന്ന് തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ മീഷോയിൽ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ്, അൺബോക്സിങ് വീഡിയോ ആണ്. ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് പിന്നീടുള്ള ഏതെങ്കിലും വീഡിയോസിൽ കാണിക്കാം. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് പറ്റുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ കൂടെ തന്നെ കാണിക്കാവേ. അപ്പൊ ഇതെല്ലാം ഓർഗനൈസേഴ്സ് ആണ്. ഇത് രണ്ടും ഒന്ന് സാരി ബാഗും ഒന്ന് അല്ലാത്ത ഓർഗനൈസറും ആണ് കേട്ടോ. പൊട്ടിച്ച് കാണിക്കാം. പിന്നെ ഇതിപ്പോ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് ലാസ്റ്റ് നമുക്ക് നോക്കാവേ. ഇത് രണ്ടെണ്ണം ഉള്ള സെറ്റാണേ മേടിച്ചത്. ഇതിന്റെ വിലയൊക്കെ ഞാൻ സൈഡിൽ കൊടുത്തേക്കാവേ. ഇതിങ്ങനെയാണ് വരുന്നത്. വലുപ്പമുണ്ട്. ഞാനിങ്ങനെ ചെറുതായിട്ടിരുന്നപ്പോഴേ ഞാൻ കരുതി ഇത്രയേ ഉള്ളൂ, നീളവും ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചേട്ടോ. പക്ഷെ അല്ല, അത്യാവശ്യം വലുപ്പമുണ്ട്. ഇതിങ്ങനെ അടിയിൽ ഫേം ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണേ. ഇതിലെന്റെ അത്യാവശ്യം ഇത് മെയിൻ ആയിട്ട് വാങ്ങിച്ചത് എന്റെ അലമാരയിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ എന്റെ ടോപ്സും പാന്റുകളും ഞാൻ സെപ്പറേറ്റ് ആണ്, ഷോളും ഒക്കെ സെപ്പറേറ്റ് ആണ് വെക്കുന്നത്. അപ്പൊ അത് ഭയങ്കര പാടാണ് എടുക്കാനൊക്കെ. ഇങ്ങനെ നമ്മളിങ്ങനെ അടുക്കി ഇങ്ങനെ പൊക്കത്തിൽ വെക്കുമ്പോൾ ഒരെണ്ണം എടുക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടെ തറയിൽ വീഴും. പ്രത്യേകിച്ച് രാവിലെ നല്ല തിരക്കിലൊക്കെ നിൽക്കുന്ന സമയത്താണെങ്കിൽ പറയേ വേണ്ട, എപ്പോ വീണെന്ന് ചോദിച്ചാൽ മതി. പിന്നെ അന്നത്തെ ദിവസം മൊത്തത്തിൽ പോക്കാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ 2 ബോക്സ് വാങ്ങിച്ചത്. തലമാരയിൽ കൊള്ളൂന്ന് വിചാരിക്കുന്ന വെച്ചിട്ട് കാണിക്കാമേ. അപ്പൊ 2 എണ്ണം കേട്ടോ. ഇത് രണ്ടുമാണ്. ഒന്നാണ് കണ്ടല്ലോ, മാറ്റം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ വലിച്ചെടുക്കാനും പറ്റും കേട്ടോ. പക്ഷെ ഇത്രയും നീളത്തിന് കിട്ടുമെന്നുള്ളത് അറിഞ്ഞൂടാ അലമാരയ്ക്ക്. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ കുറെ നാള് കൊണ്ട് വാങ്ങണോ വേണ്ടേന്ന് 101 വട്ടം ആലോചിച്ചിട്ട് വാങ്ങിച്ച സാധനങ്ങളാണേ. ഇത് സാരി കവറാണ്. കുറെ സാരികൾ ഇരിപ്പുണ്ട്. അത് ഇതുപോലെ മടക്കി ഇങ്ങനെ തട്ടായിട്ട് വെച്ചിട്ട് അത് ഞാൻ അങ്ങനെ അധികം ഉപയോഗിക്കാത്തത് കൊണ്ട് അത് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്ന് വീഴയൊന്നുമില്ല. പക്ഷെ എന്താണെന്ന് അറിയാമോ, നമ്മളിങ്ങനെ വെറുതെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അതില് പൊടിയാവുന്നു. അപ്പൊ അതിനിങ്ങനത്തെ സാരി കവറ് നല്ലതാണല്ലോ എന്ന് കരുതിയിട്ട് വാങ്ങിയതാണേ. ഇത് 4 എണ്ണമുള്ള സെറ്റായിട്ടാണേ മേടിച്ചത്. സിബൊക്കെ നല്ലതാണോ നോക്കണ്ടേ. ഇതുപോലെ ഇതൊക്കെ ഒരുപാട് പേര് കാണിച്ചിട്ടുള്ളതായിരിക്കും. ഇതുപോലെ ഇങ്ങനെ നമുക്ക് കാണാനും പറ്റും ഏതൊക്കെയാണ് വെച്ചേക്കുന്നതെന്നുള്ളതും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പാർട്ടി വെയർ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ വലുത്, അതൊക്കെ ഇതുപോലെ ഉള്ളതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാനും പറ്റും, ഏതെടുക്കണം വേണ്ടെന്നുള്ളത് തീരുമാനിക്കാനും പറ്റും കേട്ടോ. അപ്പൊ അങ്ങനത്തെ 4 എണ്ണമാണേ മേടിച്ചത്. 4ന്റെ സിബൊക്കെ ഒന്ന് നോക്കട്ടെ. ഞാൻ ഇതിന്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാവേ. അപ്പൊ നിങ്ങക്ക് ആവശ്യമുണ്ടെങ്കിൽ കയറി വാങ്ങാലോ. ഓടല്ലേ. നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നവർക്ക് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു ബാഗിന്റെ ആവശ്യം വരുമെന്നേ. നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇത് നല്ല ഉപകാരമാണ്. ഞാൻ ഇത് 4 എണ്ണം ഉള്ളത്. ഇതിന്റെയൊക്കെ വില ഞാൻ താഴെ കൊടുത്തേക്കാം. താഴെയോ സൈഡിലോ ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ മേടിച്ചത്. പിന്നെ മേടിച്ച അടുത്ത ഐറ്റം, ഇതിന്റെ ട്രെൻഡ് കഴിഞ്ഞാന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഒരുപാട് പേര് ഈ സംഭവം യൂസ് ചെയ്യണത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ വാങ്ങിച്ചതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാവേ. പിന്നെ ഇതിന്റെയൊക്കെ ക്വാളിറ്റി ഇപ്പം കണ്ടിട്ട് കൊള്ളാം. അത്യാവശ്യം നല്ല സ്റ്റിഫ്നെസ്സും ക്വാളിറ്റിയും മെറ്റീരിയലിനും ഒക്കെ ഇച്ചിരി ക്വാളിറ്റി തോന്നുന്നുണ്ട്. പിന്നെ ബാക്കി ഉപയോഗിച്ചിട്ട് പറയാവേ. ഉപയോഗിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒക്കെ വീഡിയോയിൽ പറയുകയും കാണിക്കുകയൊക്കെ ചെയ്യാം. എന്താണെന്ന് മനസ്സിലായോ? ഇപ്പൊ ഭയങ്കരമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സ്പൂൺ ഉണ്ടല്ലോ, ഇങ്ങനെ പല ഷേപ്പുകളിലൊക്കെ ഉള്ള ആ സ്പൂണാണേ. ഹായ്, നല്ല രസം. നമ്മൾ അതിലൊക്കെ കാണുമ്പോൾ ഭയങ്കര വലിപ്പമായിട്ട് തോന്നും കേട്ടോ. പക്ഷെ ഇത് അത്രയ്ക്ക് വലിപ്പമൊന്നുമില്ല. ഒരു ടീസ്പൂണിനേക്കാളും ഒരു ടീസ്പൂണിന്റെ അളവേ ഉള്ളൂ കേട്ടോ.
പിന്നെ ഒരു രസം. അത്രേ ഉള്ളൂ. ഫുള്ള് കണ്ടല്ലോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതായാലും മോശമായാലും തീർച്ചയായിട്ടും താഴെയുള്ള കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്താൻ മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഇതുപോലുള്ള സാധനങ്ങൾക്ക് ആവശ്യമാണ്. ഇച്ചിരി ഓർഗനൈസിങ് ഒക്കെ കുറവാണ്, ഇതുപോലത്തെയൊക്കെ വെച്ചാൽ അവർക്ക് കുറെ കൂടെ അവരുടെ വീടൊക്കെ ഭംഗിയാവും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഫ്രണ്ട്സിനോ ഫാമിലിയിലുള്ളവർക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കൂ. അപ്പൊ അവർക്ക് ഉപകാരപ്പെടട്ടെ, കൂട്ടത്തിൽ എനിക്കും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം. അപ്പൊ ഇതുപോലെ നല്ല ഉപകാരമുള്ള ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.